സ്റ്റാർട്ട് ചെയ്യും. ശ്രീമോക്കാണ് സ്റ്റാർട്ട് ചെയ്ത് അറിയണേ. എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഒരു വട്ടം ചെയ്തല്ലേ ഈ സാധനം? ചിക്കോ സ്റ്റാർട്ട് ചെയ്ത്. ഏത് ചിക്കു ആണ് തുടങ്ങിയത്. ഇനിയിപ്പോ ചിക്കുനെ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. നീ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്യണ്ട പറയാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട, എന്താ തുടങ്ങണ്ടത്? ഞാൻ ചിക്കു ഒരു വീഡിയോ ചെയ്തായിരുന്നു, കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ആയിട്ട്. അതിൽ അജുവിന് റിലേറ്റഡ് ആയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. അജുവിന് റിലേറ്റഡ് അല്ല, അതില് മോസ്റ്റ് ഞാൻ ഇപ്പൊ അടുത്താണ് ആ വീഡിയോ ഉണ്ട്. അപ്പൊ അതില് ചോദിച്ചത് എന്താ വീഡിയോ കാണില്ല എന്നർത്ഥം. ഞാൻ കമ്മിയാ കാണാൻ, ഇടയ്ക്ക് കാണും, റീൽസ് ഇടയ്ക്ക് ഇങ്ങനെ കാണും. അതില് മോസ്റ്റ്ലി ഞാൻ കണ്ട കാര്യം അജുവിന്റെ ലവ് മാരേജ് ആണ്. ഇതാണ് ഞാൻ ഉത്തരം പറയാൻ മുട്ടി നിൽക്കിയത്. ഉത്തരം പറയാൻ മുട്ടിയൊന്നും അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചതാട്ടോ. വാ നമുക്ക് അതിന് മറുപടി പറയാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാട്ടോ. എന്റെ കണ്ണതിന്റെ ഉള്ളില് ഫോഗ് അയ്യോ അല്ലതാ. കന്നഡയുടെ കാര്യം പറയും. കണ്ണട ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് ടെസ്റ്റ്, എനിക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോഴേ അത് കാണുന്നുണ്ടോ, നമുക്ക് ഇത് കാണുന്നുണ്ടോ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന വണ്ടീന്റെ നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ടോ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യും. എനിക്ക് വായിക്കാൻ പറ്റുന്നോ, നിനക്ക് വായിക്കാൻ പറ്റുന്നോ. അതിൽ ഇവന് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അടിച്ചു പോയിട്ടുണ്ട് അജു. കണ്ണട വെക്കണം മനസ്സിലായി. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ അറിയോ, ഒരു മെച്ചുവേർഡ് ഫീലിംഗ് എനിക്ക് വരുന്നത്. എനിക്ക് പഴയ പോലെ ഒരു മെച്ചുവേർഡ് അല്ല, അങ്ങനത്തെ ഒരു സാധനം വന്ന പോലെ സംഭവം അല്ലല്ല. അത് വരില്ല. ഞാൻ മെച്ചുവേർഡാ, സോറി കല്യാണൊക്കെ. അപ്പൊ ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും. അപ്പൊ ലവ് മാരേജ് ആണോ? എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ അമ്മേനെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് മനസ്സിൽ കരുതിയാണ് ഇതെങ്കിലും ഓർക്കൊരു ബുദ്ധിമുട്ട്. മറ്റേത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആൺകുട്ടികൾക്ക് പെണ്ണാലോചിച്ച് നടക്കണ, അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. കിട്ടാതെ നടക്കണ കുറെ പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ട് പറയാം. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ച അതാ ഒരു ബുദ്ധിമുട്ടെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കരുത്. എന്നെ കൊണ്ട് അല്ലാതെ പറ്റിയിട്ടില്ല, സഹായിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെങ്കിലും ഒരു സഹായം അത് ഞാൻ ചെയ്തു കൊടുക്കാൻ ഞാൻ അന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താ അല്ലേ. അങ്ങനെ ഞാൻ ഒരു 7-8 കൊല്ലത്തെ ഒരു റിലേഷൻ ആണത്. എന്നോട് എല്ലാരും കമ്മിറ്റഡ് ആണോ ചോദിച്ചപ്പോ ഉത്തരം പറയാൻ ഞാൻ തോന്നുന്നു. അങ്ങനെയല്ലല്ലോ, അത് എന്നെയും പറയാൻ സമ്മതിച്ചില്ല കേട്ടോ അവൻ. അത് വേറെ കാര്യം. ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയാത്തതിന്റെ കാരണം. പക്ഷെ ഇത് ഒരിക്കലും ഞാൻ നടക്കുവോ, സമ്മതിക്കും, അങ്ങനെ സമ്മതിക്കും എങ്ങനെയാവും. സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ കെട്ടണം. അതുകൊണ്ടല്ല ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു ഒക്കെ എനിക്കൊന്നും ഇങ്ങനെ ഉണ്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമ്മതിച്ചില്ല, നടന്നില്ല, എന്തെങ്കിലും യാദൃശികമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ പഠിച്ചു പിരിഞ്ഞു, അങ്ങനെ കൂട്ടിക്കോ. ഇനിയിപ്പോ വീട്ടുകാർ സമ്മതിക്കണം എന്നല്ല, അടിച്ച് പിരിഞ്ഞു കൂട്ടിക്കോ. അപ്പൊ എന്താവും? അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ, അതുകൊണ്ട് ഇപ്പൊ പിന്നെ എന്തായാലും അറിഞ്ഞില്ല. ഇല്ല, ഞാൻ എൻഗേജ് ഉണ്ട്, ഞാൻ സമാധാനത്തിന്റെ മാടപ്രാപം. അപ്പൊ 7-8 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് കിട്ടിയത്. അതും പറഞ്ഞു. കഥയൊക്കെ വേണോ ഇനി ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ കഥ പറയാം. അല്ലല്ല, അങ്ങനെ രണ്ടാളും കൂടി അത് പക്ഷെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളല്ല, കൊറേ സംഭവങ്ങളുണ്ട്. അത് നോക്കട്ടെ, ഇതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഒരു 7-8 കൊല്ലത്തെ റിലേഷൻഷിപ്പാ. അപ്പൊ അത് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ പെട്ടെന്ന് വെച്ച് ഇങ്ങനെ ഓള് വീട്ടിൽ പോയി പറഞ്ഞു. അപ്പോ നാട്ടിലുണ്ട് എന്നുള്ള കേസിൽ അങ്ങനെ പറഞ്ഞു. ചേച്ചി എല്ലാരും വരുന്നുണ്ട്. ജസ്റ്റ് ഞങ്ങളൊന്ന് ചോദിച്ചിടണം. അതായത് പെൺകുട്ടികളെ കാര്യല്ലേ, അവർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അവരെ കുട്ടീന്റെ കാര്യം അവർക്ക് ഇതാക്കണ്ടേ. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചപ്പോ തന്നെ അവര് പറഞ്ഞു. പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഞങ്ങൾ വെക്കേഷന് പോയിട്ട് ചോദിക്കണം. കാരണം ചോദിച്ചില്ലെങ്കിൽ ചിലപ്പം പെൺകുട്ടികളെ അല്ലേ വേറെ കെട്ടിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ട് അപ്പൊ ഞാൻ ആദ്യം പോയി ചോദിക്കാന്ന് കരുതിയതാണ്. ഇവരിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇപ്പോഴൊന്നും വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നുള്ള കേസാ. അപ്പോ അവള് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അപ്പോ ഞാൻ ചെന്ന ടൈമില് ഓളും ഓക്കെ വീട്ടിലൊന്ന് ചെറിച്ച് സംസാരിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നു ഈ ഒളിച്ചും പാത്തുള്ളി കാണലും അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ അതേപോലെ വീട്ടിലൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ ഓക്കെ ആയി. അപ്പോഴാണ് ഇതിനിടയിൽ കൂടെ ഞങ്ങളൊന്ന് നിർത്തിയിരുന്നു. ഒരു ബ്രേക്കപ്പ് പോലെ ചെറിയ സംഭവം വന്നിരുന്നു. അജു ഒന്ന് മെലിഞ്ഞില്ലേ, അത് ആ ബ്രേക്കപ്പിന്റെ ടൈമിലായിരുന്നു. പട്ടിണിയല്ല, ഞങ്ങള് നാട്ടിലും പോയി ബ്രേക്കപ്പുമായി തളർന്ന് തകർന്ന് ഒന്നും ഉണ്ടാക്കാതെ അഞ്ചു ഒന്നും മെലിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിയായപ്പോ അവിടെ തിന്ന് അതൊക്കെ സെറ്റാക്കി. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഓളടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒളിച്ചും പാത്തുള്ള ഈ പരിപാടി ഒന്നും നിന്നാ മതിയായിരുന്നു, അതെന്നാ തന്നെ സംഭവം റെഡി ആവുമല്ലോ, സുഖമായല്ലോ എന്നുള്ള കേസ് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു ടൈം എടുക്കൽ അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇത് എല്ലാം പെട്ടെന്നായി.
ഞങ്ങൾ ചോദിച്ചൊന്ന് പറഞ്ഞ് സെറ്റാക്കാൻ പോയതാണ്. പക്ഷെ പോയപ്പോ തന്നെ പെട്ടെന്ന് ഒരു വീട് കാഴ്ച, അത് വൃശ്ചിക മാസം തുടങ്ങുന്നതിന് മുമ്പ് വീട് കാഴ്ച വേണമെന്ന് പറഞ്ഞു. അതും അങ്ങനെ സെറ്റായി. അത് കഴിഞ്ഞ് വീട് കാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഒരു എൻഗേജ്മെന്റ് നടത്തിയിടണമെന്ന് അവരെ ഭാഗത്തു നിന്നുള്ളൊരു തന്നെയായിരുന്നു കേട്ടോ. പൊന്നിയുടെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞതായിരുന്നു. കാരണം അവർക്കൊരു ഉറപ്പ് വേണ്ടേ. അതുകൊണ്ട് അജുവിന്റെ കാര്യമൊക്കെ നൈസിലൊക്കെ സെറ്റായി. അജു ഒക്കെ അങ്ങനെയാണ്. അജുവിന്റെ കാര്യം എല്ലാം. പക്ഷെ ഇതില് കുറെ ഉണ്ട് ഞാൻ വിളിക്കാത്ത ഞാൻ ആ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് ആയിട്ട് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. 5 ദിവസമല്ല, ഞങ്ങൾ ഒരാഴ്ച വന്ന ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത. അപ്പൊ ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ അങ്ങക്ക് ഒന്നും ചിന്തിക്കാല്ല അമ്മ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ മോന്റെ കാര്യം വന്നപ്പോ എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പേടിയുണ്ടാവേ, കാരണം കിട്ടൂലെങ്കിലോ ഓനെങ്കിൽ വേറെ പെണ്ണ് കിട്ടിയില്ലെങ്കിലോ. കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ, കൊറേ നോണ്ടൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വളർച്ചല്ല അന്തസ്സോടെ പറയും. അപ്പൊ അതൊക്കെയാണ് അങ്ങനെ ചെയ്തു. അപ്പൊ ഇവരുടെ ഇടയിൽ ഇവര് നൈസായിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക്, ഞാൻ ഉള്ളപ്പോ ഇതൊന്നും വിടുത്തില്ല കേട്ടോ. ഞാൻ ഉള്ളപ്പോ എടുക്കാഞ്ഞല്ല ഞങ്ങള് ഈ ആഴ്ചത്തെ എനിക്ക് ഒന്നാമത് വീട്ടിലെക്കാൻ നേരം കിട്ടി. അങ്ങനെയല്ല, ഈ വെക്കേഷന് വന്നപ്പോ അക്കു വാ 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 കുളിച്ചിട്ട് വാ, ഡ്രസ്സൊക്കെ ഇട്. ഇതിന്റെ ബാക്കിൽ വന്ന് ഡ്രസ് ഇടല്ലോ കേട്ടോ. അതേപോലെ ഞങ്ങള് വെക്കേഷന് വന്നതേ ഭയങ്കര ബിസി ഉള്ള ഒരു വെക്കേഷൻ. എനിക്ക് ചെന്നിട്ട് ആകെ ഒരു 10 ദിവസം എനിക്ക് കറക്റ്റ് കിട്ടി. ഞാൻ ഒന്ന് ട്രിപ്പൊക്കെ പോയി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ട്രിപ്പ് പോയിട്ട് അതൊക്കെ ആകെ കിട്ടി കേട്ടോ. പിന്നെ ഇവര് വന്നു, ഞങ്ങള് വന്ന് ഒരാഴ്ച കൊണ്ട് ഇവന്റെ കല്യാണത്തിന്റെ കല്യാണമല്ല എൻഗേജ്മെന്റിന്റെ ഞങ്ങൾ വീട് കഴിച്ച എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് ആ ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച ആയപ്പോഴേക്കും അമ്മയുടെ ഏച്ചി ഇങ്ങനെ മരിച്ചു, അങ്ങനെയൊക്കെ ആ ഒരു അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാരും അതിലായിപ്പോയി. പിന്നത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സൂവിന്റെ അച്ഛനും അമ്മയും ഒക്കെ വയ്യാതെ ആശുപത്രിയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് വെക്കേഷൻ ഒരു പ്ലാൻഡ് പോലെ ഒന്നും അല്ല. ഇനിയൊക്കെ അടുത്ത കല്യാണത്തിന്റെ വെക്കേഷൻ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാം, വേണ്ടേ? ഞാൻ ഒരു സർപ്രൈസ് വിസിറ്റ് കൂടി നടത്തില്ല എങ്ങനെ. എന്തായാലും ഇനിയുള്ള വെക്കേഷൻ കല്യാണത്തിന് അല്ല, ഞാൻ ചിലപ്പോ അതിന്റെ മുന്നേ വരും. ചില കാരണം കൊണ്ട് വരേണ്ടതുണ്ട്. ഒറ്റയ്ക്കാ? ഞാൻ ഒറ്റയ്ക്ക് പോകും ചിലപ്പോ. ഞാനും നന്ദിയും പോകും ചിലപ്പോ. ഞാനും ചിലപ്പോ 5 ദിവസത്തേക്കൊക്കെ. അപ്പൊ അങ്ങനെയായി സംഭവം. ഇവരെ കല്യാണത്തിനുള്ള സെറ്റ് ആക്കാതെ ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന് ഇവന് വാണിംഗ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ സെറ്റാക്കിയെങ്കിൽ പോയിക്കോ. ഭാരിച്ച ഉത്തരവാദിത്വം തോളിലേന്തി. എന്റെ കുട്ടി രാത്രി കുളിച്ച് സുന്ദരനായി വന്നതുണ്ട്. ഇപ്പം കുഴിയാന പോലെ നീച്ചു വന്ന സാധനമാണ്. പാട്ടി കളിക്കാനൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞതാ. ഇപ്പോഴാണ് കളി കഴിഞ്ഞ് കുളിച്ച് കയറിയിരിക്കുന്നത്. അക്കുന് ഈ കോലത്തിൽ ഇപ്പോഴേ കാണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണ്ണും കോലാവും. വെക്കേഷനും കൂടിയാണ് ഇവിടെ, ക്രിസ്മസ് വെക്കേഷൻ അല്ലേ. അപ്പം അക്കുന് വന്നിട്ട് നല്ല സുഖമായിരുന്നു. ഒരാഴ്ചയെ സ്കൂൾ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് അക്കുവിന് വെക്കേഷൻ തുടങ്ങി. അതാണ് സംഭവം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ലവ് മാരേജ് ആയിട്ട് എങ്ങനെയാണ് കൂട്ടിയത്? അത് വേണോ വേണ്ടേ, അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനത്തെ സംഭവം പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും ചോദിച്ചായിരുന്നു എങ്ങനെയാന്ന് പറയാൻ. ഞാൻ ഇതിന് ശേഷമുള്ള ചോദിക്കലോ. ഞാൻ പറഞ്ഞില്ല, കഷ്ടപ്പെട്ടിട്ടല്ല, ഉറക്കൊഴിച്ച് രാവിലെ ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഇവളെന്നും സ്കൂളിൽ പോകുന്ന ടൈമുണ്ട്. ആ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ വീട്ടിൽ നിന്ന് എന്നും ഇങ്ങനെ രാവിലെ ഇപ്പൊ നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വായ നോക്കാൻ അങ്ങനത്തെ ഒക്കെ പറച്ചില്. എന്റെ ഈ കുഞ്ഞു കുട്ടീനെ തോളത്തെടുത്താണോ ഇവനെ കൊണ്ടുപോയിട്ടൊക്കെ എനിക്ക് പണിയിട്ടുണ്ട്. ഇവനാണ് അതിന്റെ എന്താ പറയാ സാക്ഷി. ഞാൻ നാട്ടിൽ നിർത്തിയിട്ടല്ലേ പോയിരുന്നത് അക്കൂനെ. അപ്പൊ അക്കൂനെ എടുത്തോണ്ടാണ് ഇവരെ മെയിൻ. അത് മാത്രല്ല, രാവിലെ എന്നും നേരത്തെ രാവിലെ ട്യൂഷന് പോകും. 6 മണിക്കോ എത്ര ടൈമിൽ ട്യൂഷന് പോകും. അപ്പൊ ആ ടൈമിനായിട്ട് എന്നും പോയിട്ട് വന്നു കഴിഞ്ഞാൽ സംശയമാവില്ല വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി 5 മണിക്കൊക്കെ രാവിലെ നീച്ചിട്ട് ഞങ്ങൾ അച്ചു പറഞ്ഞിട്ട് ദ്വിജിത്ത് പറഞ്ഞ ചെക്കുണ്ട്. അപ്പൊ ഓനെ കൊണ്ട് ഞങ്ങൾ രാവിലെ 5 മണിക്ക് പോകും ഓടാൻ പറഞ്ഞിട്ട്. എന്നിട്ട് മാനവത്തിന്റെ ഗ്രൗണ്ട് ഉണ്ട്, മറ്റേ ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ കടന്നുറങ്ങും, അലാറം വെക്കും. ഉറക്കറിന്റെ ആവണ്ടേ, അവിടെ പോയി കടന്നിട്ടോ ഫോണ് കളിച്ചു. പാവം കരുതി ഓന് പട്ടാളത്ത് ചേരാൻ വേണ്ടി ഓടാൻ പോവാന്ന് കരുതിട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് പോകും. 5 മണിക്ക് പോയിട്ട് 6:30 അലാറം വെച്ചിട്ട് ഓള് സ്കൂളിൽ പോകുന്ന ടൈമിനനുസരിച്ച് ഞാൻ കറക്റ്റ് ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ ഒരു ചായക്കടയിൽ എവിടെ ഓടാനാ പോവാ. എന്നിട്ട് എണ്ണക്കടി ഒരു 4-5 പാക്കറ്റ് ഉള്ളിവട അതൊക്കെ കഴിച്ചിട്ട് ഓളും കണ്ടിട്ട് ഞങ്ങൾ പോരും. അതൊക്കെ ആയിരുന്നു. ഓള് സത്യം പറഞ്ഞോ പെട്ടുപോയതാ. പെടുത്തിയതേ സത്യം കുറെ തോന്നാറുണ്ട് കേട്ടോ. ചെറിയ പ്രായത്തിൽ പെടുത്തിയത്. ഓൻ എന്തായിട്ട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? നമ്മള് സെറ്റ് ആക്കുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ സെറ്റ് ആക്കണം. അത് നമ്മൾ ചെറുപ്പത്തിലേ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ സംഭവം. ആണ്
അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബോധം വെച്ച ടൈമിലൊക്കെ കാണിച്ചെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ വേണ്ട എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. ഇത് നമ്മൾ ചെറുപ്പത്തിലെ ഈ കുട്ടികളെ ഈ തറാപറാക്ക് പഠിപ്പിക്കണ പോലെ നമ്മൾ ചെറുപ്പത്തിലേ ബ്രെയിൻ വാഷ് ചെയ്ത് അത്രല്ല. എത്ര ചെറുപ്പത്തിലാ? ഞാനും ഒന്ന് ചെറുതായിരുന്നു. ഞാനും ചെറുതാണെങ്കിൽ അപ്പൊ എനിക്ക് കുഴപ്പമില്ലല്ലോ. അല്ല 18 അത് കുഴപ്പമില്ല, ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച അതിന്റെ മുഖം കാണുന്ന രീതിയിൽ ഞാൻ എന്റെ തല അവിടെ വെപ്പിച്ചു. അതിനാണ് പാട്ട് പാടാൻ പറഞ്ഞ പാടാത്തജു പിന്നെ കുറച്ച് പ്രാക്ടീസും പാട്ടുമായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയതൊക്കെ. ഞാനതന്നെയല്ലേ പറഞ്ഞ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുത്തരുത് എന്റെ മനസ്സിൽ. അമ്മ കാണുന്നുണ്ടാവും. അമ്മ ഉണ്ട്, അമ്മയ്ക്ക് സുഖമായില്ലേ? അല്ലെങ്കിൽ ആഴ്ചക്ക് എത്രങ്ങാനും പെണ്ണാഴ്ചക്ക് നടക്കണോ? അത് ഞങ്ങക്ക് അടുത്തൊന്നും കൂടിയാണ് കേട്ടോ. ഞങ്ങക്ക് വണ്ടിക്കൂലി പോലും വേണ്ട ഓക്ക്. ഓള് അടുത്ത വീട്ടില് ഓളിപ്പോ വിളിച്ചപ്പോ പറഞ്ഞു ഓക്ക് മീൻ ഇല്ലാതെ ചോറ് ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങള് പറഞ്ഞു നേരെ അപ്പൊ അത്രയും അടുത്താണ് ഞങ്ങക്ക്. അത്ര അടുത്തല്ല, ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് 1 കിലോമീറ്റർ പോലും ഇല്ല. 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അത്രയും അടുത്താ. ഇതാരിപ്പോ ഒരു വീട് മാറിയാ ഇവര് പണ്ട് താമസിച്ച വീട് എന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് ഒരു കറക്റ്റ് ഒരു 50-60 അടി നടന്നു കഴിഞ്ഞാ എത്തി. അവിടെ അങ്ങനെ ഞങ്ങള് പോകുമ്പോ എന്നും ഞാനും ചേവലൊക്കെ അല്ലേ, ഞാൻ രണ്ടാളും ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ തല ഇങ്ങനെ ചെരിച്ച പോണ വഴിക്ക് ഒരു മേലത്തെ ഒരു അവിടെ ഒരു ബാഗ് ഇങ്ങനെ ഒരു സ്ഥലത്താണ് വീട്, കുറച്ച് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ ഇങ്ങനെ നോക്കി ഇന്റെ ഒപ്പമുള്ള ചെക്കന്മാരും ചേവലും വരുമ്പോ ഇങ്ങനെ നോക്കും. ഇപ്പൊ ഓള് വീട് മാറി അവിടുന്ന് പോയി. ഇപ്പോഴും ഞങ്ങള് പോകുമ്പോ ഇങ്ങനെ തല അവിടെ എത്തുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തല ഇങ്ങനെ പോകും. അവിടെ ഏതോ ഒരു ചേച്ചി എന്നിട്ട് ഞാൻ ഇപ്പൊ ചിലപ്പോ പറഞ്ഞേ ഈ ഓരോന്നിന്റെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ട് ഓനും പോകുമ്പോ എങ്ങനെ അറിയോ, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അറിയാതെ ഇങ്ങനെ പോകുമ്പോ അവിടെ നോക്കും. അവിടെ ഏതോ ഒരു പെണ്ണുണ്ടോ ഈ ചേച്ചി ഇപ്പൊ അടിച്ച് കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഫുൾ എനർജിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ. അതൊക്കെയാണ് സംഭവം. ഒരു 7-8 കൊല്ലത്തെ ലവ് സ്റ്റോറിയാണ്. എന്താ പറയാ, അതില് മാത്രം നല്ല ആത്മാർത്ഥതയോടെ ഞാൻ എന്റെ എഫേർട്ട് എടുത്തിട്ട് തന്നെ. അവള് എന്ത് ചില്ലറ പരിപാടി ഒന്നല്ല, നമ്മളെ കുറച്ച് ഇംപ്രസ് ചെയ്ത് കാണിപ്പിക്കണം. മീനിനെ കൊടുത്ത കഥ എന്ന് പറയൂ. ഇതില്ല, ഒരു കഥയും കൂടി പറയാം. റിലേഷനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ബർത്ത്ഡേന്റെ അന്ന് ഞാൻ കൊടുക്കണം എന്താ അറിയോ, ഒരിക്കലും ആരും ഗോൾഡ് ഫിഷ് കൊടുക്കരുത്. ഞാൻ ഗോൾഡ് ഫിഷ് ആണ് കൊടുക്കരുത്. മീൻസ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് പ്രേമോപഹാരമായിട്ട് ആരും ദയവ് ചെയ്ത് ഗോൾഡ് ഫിഷിനോ കൊടുക്കരുത്. കൊടുക്കാന്ന് പരലോ ഗപ്പിയോ അങ്ങനത്തെ സാധനത്തിനോ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് കറുപ്പ് ഗോൾഡ് ഫിഷും ഒരു ഓറഞ്ച് ഗോൾഡ് ഫിഷ് ആയിരുന്നു, ഒരു ബൗളും ആയിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു ഇതിലെ കറുപ്പ് ഗോൾഡ് ഫിഷ് ഞാൻ, ഓറഞ്ച് ഗോൾഡ് ഫിഷ് അവള് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്ത്. അപ്പൊ കൊടുത്തതിന്റെ ഫസ്റ്റത്തെ പിറ്റത്തെ ദിവസം ഞാൻ ചത്തു. കറുത്ത ഗോൾഡ് ഫിഷ് ചത്തു, ഓറഞ്ച് ഗോൾഡ് ഫിഷ് ആയിട്ട് പിറ്റേന്നും ചത്തു. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഓളിന്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമാവില്ല വെച്ചിട്ട് പറയാന്നാവും. ഞാൻ ഒരു ദിവസം നോക്കുമ്പോ ഉണ്ട് ബാക്കിലുണ്ട് ഒരു ബൗൾ ഇറക്കണേ പെന്നൊക്കെ ഇട്ടിട്ട്. അപ്പൊ സാധനം ചത്തു. അപ്പൊ ദയവ് ചെയ്ത് പ്രണയിക്കുന്നവരെന്ത് എന്നാലും പ്രേമോപഹാരമായിട്ട് ഭയങ്കര സംഭവമാണ് വിചാരിച്ചിട്ട് ഗോൾഡ് ഫിഷിന് കൊടുക്കരുത്. വല്ല പരലോ ഗപ്പിയോ അങ്ങനത്തെ സാധനത്തിന് കൊടുക്കുക. ആകുമ്പോ ചാവൂല, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ഇന്റെ. ഇനി നമുക്ക് നോക്കാം. നീ ശ്രീമോക്ക് എന്തെങ്കിലും ശ്രീമോളെ കഥ പറയാനുണ്ടോ? അല്ല പറ. എനിക്കൊന്നും പറയാനില്ല. ഇങ്ങടെ ഉണ്ടാവല്ലോ. ഇങ്ങനെ എത്ര കൊല്ലത്തെ റിലേഷനാ? പ്ലസ് ടു എത്ര കൊല്ലാ പറയും കമ്മിറ്റഡ് ആയിട്ട്? എത്ര കൊല്ലം? 2007 പ്ലസ് ടു, കല്യാണം കഴിയണത് 2014. അപ്പൊ എത്ര കൊല്ലം? 7 കൊല്ലല്ലേ? അപ്പൊ ഞാനാ മുന്നിൽ 8. പക്ഷെ ഞങ്ങൾ കുറെ കാലം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാം എന്താ പറയാ, ഭയങ്കര എല്ലാ കഥകളും ലവ് സ്റ്റോറിയും ഒക്കെ എല്ലാം പരസ്പരം അറിയാവുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു നീ നമുക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചാലോ. നിങ്ങൾ അങ്ങനെയല്ലേ? ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടോ പെട്ടെന്ന് ഇത്ര സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ. പ്രേമിച്ചതന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതിനു ശേഷമാണ്. ഞാനും പോണേക്ക് അഫെക്ഷൻ മറ്റേതുണ്ടല്ലോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ച പെട്ടെന്ന് വെച്ചൊന്നും അങ്ങനെ സ്മൂത്ത് ആയിട്ട് സമ്മതിക്കുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എല്ലാരും പാട്ടൊക്കെ പാടിക്കൊടുത്തിരുന്നോ?
ഏതാ ഫസ്റ്റ് പാടി കൊടുത്ത പാട്ട്? വരില്ല ഓ, അത് പറയില്ല. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന അപ്പൊ പാട്ട് പാടി കൊടുത്തത് അത് വരില്ല എന്നാ ഏതെങ്കിലും ഒരു പാട്ട് പാടി. അത് ഞാൻ ചവിട്ടിട്ടോ. പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു. പിന്നെന്താ അവത് ഞാനൊക്കെ ആദ്യം വിചാരിച്ചു അവളോട് ഇങ്ങനെ പറയുന്നു. നേരെ ചെന്ന് അവൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കാലിക്കട് വീഴും. ഇറുക്കട് പിടിച്ചിട്ട് ഞാൻ കെട്ടിച്ചേരാൻ സമ്മതിക്കാതെ വിടൂല. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ മനസ്സിലായി അവിടെ പോയി പിടിച്ചിട്ട് കെട്ടി കരയാ എങ്ങനെയും ഒന്ന് കെട്ടിച്ചേരുമോ ചോദിച്ചിട്ട്. പക്ഷെ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായി പോയി. ഇനിയൊക്കെ എന്റെ കയ്യിലാണ്. എന്റെ കയ്യിലാ. ബാക്കി ഇനി വേണമെങ്കിൽ നോക്കട്ടെ. ഇതെന്താ അവസ്ഥ കേട്ടോ, ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയായിരുന്നു വെക്കേഷനും കേട്ടോ. വെക്കേഷനും ഞാൻ കുറെ റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റാനും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആശുപത്രിയിലായിരുന്നു. അമ്മ ഒരു ഹോസ്പിറ്റലിലും അച്ഛൻ വേറെ ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു. അമ്മയ്ക്ക് CAൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർജറി, ബ്രസ്റ്റ് റിമൂവൽ സർജറി ഒക്കെ കഴിഞ്ഞു. അച്ഛന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അമ്മ സ്റ്റിച്ചൊക്കെ വെട്ടി അമ്മ ഓക്കെയാണ് കേട്ടോ. അമ്മ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മേൻ്റെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി. അച്ഛന് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡയാലിസിസ് ഇപ്പോൾ കഴുത്തിലൊക്കെയാണ് ചെയ്യുന്നത്. അത് കയ്യിലേക്ക് ഫിസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അച്ഛനും ഒന്ന് ഓക്കെ ആവുമെന്ന് കരുതുന്നു. അച്ഛൻ്റെ അവിടെ ഏട്ടനും ഏടത്തിയമ്മയും മക്കളും ഒക്കെ ഉണ്ട്. പിന്നെ വലിയമ്മമാരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട് വീട്ടിൽ. പക്ഷെ എന്നാലും ഒരു സമാധാനക്കേട് ഉണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടനൊക്കെ ആണെങ്കിലും ഒരു ഫുള്ളി ഹാപ്പി അല്ല. കാരണം ഓരോ ടെൻഷൻ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോകണു, കുഴപ്പമൊന്നുമില്ല. അതാണ് കുറേ ലോങ് വീഡിയോ ഒന്നും ഇല്ലാത്ത. അതാണ് നമ്മളിങ്ങനെ ലോങ് വീഡിയോയ്ക്ക് ഒന്നും സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ ഇവരെല്ലാവരും നല്ലൊരു മൂഡിലിരിക്കുമ്പോഴേ നമുക്കൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ളത്. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ കിട്ടാറുള്ളൂ. ഇതിപ്പോൾ അജു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാ. കുറേ ചോദ്യങ്ങളൊക്കെ ഉള്ളത് അജുവിനെ റിലേറ്റഡ് ആയുള്ള ഒന്നും നമ്മൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പം ഓൻ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് അത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കി എടുത്തതാട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. എന്നാൽ ശരി, ഞങ്ങൾ രാത്രി എടുക്കുന്നു. നാളെ അപ്ലോഡ് രാവിലെ. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അക്കോ ബൈ പറ. നന്ദക്കുട്ടി ഉറങ്ങിട്ടോ. ഗുഡ് മോർണിംഗ്. നന്ദക്കുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട്. അതായത് ഞങ്ങൾ ഹെനേന്റെ വീട്ടിൽ പോയില്ലേ, ഹെനേന്റെ വീട്ടിൽ പോയിട്ട് അവിടെ മഴ കൊണ്ടില്ലേ, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉള്ളൊരു ജലദോഷത്തുമ്പോൾ തുടങ്ങിയത്. അപ്പൊ ചെറിയൊരു പനിയുണ്ട്. അത് ഇതാ ഇവന്റെ നിർബന്ധമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളിക്കണം, പുഴയിൽ അല്ല മഴയത്ത് നനയണം എന്ന് പറഞ്ഞിട്ട്. അവരാണെങ്കിൽ ഉണ്ടല്ലോ, അവിടുത്തെ ഹെനയാണെങ്കിലും ആബിദാണെങ്കിലും ഇവനെ ഭയങ്കര കാര്യമാണ് അവർക്ക്. ആ നന്ദേനേം കാറ്റും കാര്യമാണ് അക്കുവിനെ. അപ്പൊ അക്കു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ വേറെ ഒന്നും നോക്കൂല. അങ്ങനെ എല്ലെണ്ണം. അതും ഇവിടെ ആലിപ്പഴമൊക്കെ വീണൊരു മഴയായിരുന്നു കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്ദയ്ക്കും പറ്റിയില്ല, തണുപ്പ്. പക്ഷെ ഇവനും പരീസക്കുട്ടിയും ആബിദും ഹെനയൊക്കെ വെള്ളത്തിലങ്ങോട്ട് കളിക്കുന്നതായിരുന്നു കേട്ടോ. ഞാനും നന്ദയ്ക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ വേഗം ഞങ്ങൾ കയറി. നന്ദയ്ക്ക് നമ്മൾ ഇവിടെയൊക്കെ നിന്നുകൊണ്ടാണെങ്കിലും പച്ചക്കറിയൊക്കെ കൂട്ടുന്ന കുറവായിട്ടാ തോന്നുന്നു. HB കുറവാണ്. അത് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നന്ദക്കുട്ടി എന്തോ ഒരു കാര്യം എന്തോ ഒന്ന് ചെയ്തപ്പം HB കുറവാണോ നോക്കണം ശ്രീ എന്ന് എൻ്റെ അടുത്ത് കമന്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ വിചാരിച്ചാണ് എൻ്റെ ഒരു പൊട്ടത്തരം ആലോചിക്കണം. മെഡിക്കൽ ഫീൽഡൊക്കെയാണ്. HB ഒന്നും കുറയാൻ സാധ്യതയല്ല. അവൾക്ക് കറക്റ്റ് പാലും മുട്ടയൊക്കെ ഞാൻ കറക്റ്റ് ഡെയിലി കൊടുക്കേണ്ടത്. പക്ഷെ HB എന്ന് പറഞ്ഞാൽ പാലും മുട്ടയും കൊടുത്താൽ പ്രോട്ടീൻ അല്ലേ ഉള്ളൂ. എന്താ അറിയില്ല, നല്ല HB കുറവായിരുന്നു. 9 ആയിരുന്നു HB. ഇപ്പം ഞാൻ അതിന് വേണ്ടി മുത്താരിയൊക്കെ ശർക്കരയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദയുടെ കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഓക്കെ എല്ലാവരോടും ബൈ. ഗുഡ് മോർണിംഗ്. ബൈ. ഗുഡ് മോർണിംഗ്. ബൈ. ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്.